ഇത് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന ഇവർ ഒരു പരിധി വരെ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടാണ് ഈ ഐലൻഡ് ഡീൽ ചെയ്യുന്നത്. അപ്പം ഇവർക്ക് വേണ്ട പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എല്ലാം പല ഭാഗങ്ങളായിട്ട്, ഇതിപ്പോൾ പച്ചക്കറിയുടെ ചില ഏരിയ ഇവരിങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടില്ലേ, പയറുകൾ, ചെടികൾ, പാവയ്ക്ക, ഗ്രീൻ പാവയ്ക്ക, ചീര, ഇങ്ങനെ പല ഭാഗത്തായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്താണ് ഇതൊക്കെ ഇവിടെ പ്രോസസ്സ് ചെയ്യുന്ന ഏരിയകളാണ്. അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്താണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടാണ്. അപ്പം വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ്, നാച്ചുറൽ മെറ്റീരിയലുകളാണ് ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, തടിയൊക്കെ വെച്ച് സൈഡ് കെട്ടിയാണ് ഇവർ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ ആവശ്യമായ ഒരു 60% ഇലക്ട്രിസിറ്റി ഇവർ തന്നെയാണ് സോളാർ പൈപ്പിലൂടെ ഉപയോഗിക്കുന്നത്. എന്നാൽ ബാക്കി എല്ലായിടത്തും പെട്രോളാണ്. അപ്പം എന്തുമാത്രം എക്കോ ഫ്രണ്ട്ലി ആകാവോ അത്രയും എക്കോ ഫ്രണ്ട്ലി ആകാൻ ശ്രമിക്കുന്ന ഒരു യൂണിറ്റാണിത്. ടായ് ബസ്ലി, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. മിൻറ്റിൻ്റെ ഒക്കെ ഒരു ഗാർഡൻ തന്നെയുണ്ട്. നല്ല മിൻറ്റിൻ്റെ സ്മെല്ലാണ്. വർക്കേഴ്സ് ഉണ്ട്. ഇതെല്ലാം വരുന്നവർക്ക് വ്യൂ ചെയ്ത് കണ്ട് മനസ്സിലാക്കി ഇവിടെ നിന്നുള്ള വെജിറ്റബിളും കാര്യങ്ങളും ഒക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ആയുർവേദിക് കൃഷി വരെ ഉണ്ട് ഇവിടെ.